Meet the editors. ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്ന KPCC പ്രസിഡന്റ് കെ സുധാകരന് പകരം മറ്റാർക്കും ചുമതല നൽകില്ല. കെ സുധാകരന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 8-അംഗ സമിതിക്ക് KPCC യോഗം രൂപം നൽകി. യോഗത്തിൽ നേതൃത്വത്തിനെതിരെ VM സുധീരനും KC ജോസഫും ആഞ്ഞടിച്ചു. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നാണ് നേതാക്കളുടെ വിമർശനം. ചോദ്യം ഇതാണ്: ആശുപത്രിയിലിരുന്ന് നിയന്ത്രിക്കാനാകുമോ? സ്മൃതി, ഇന്ന് നാടകീയ സംഭവങ്ങളാണ് KPCC എക്സിക്യൂട്ടീവിൽ ഉണ്ടായത്. അതിൽ VM സുധീരൻ്റെ വരവ്, VM സുധീരൻ്റെ പ്രസംഗം, ഇതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു KPCC എക്സിക്യൂട്ടീവിനുള്ളിൽ. പക്ഷേ ഏറ്റവും ഒടുവിൽ തനിക്ക് പകരം ചുമതലക്കാരനായി വേണ്ട, താൻ എല്ലാ കാര്യങ്ങളും സൂമിലൂടെ നിയന്ത്രിച്ചോളാം എന്നാണ് കെ സുധാകരൻ പറയുന്നത്. നടക്കൂ? ഇത് അല്ല, VM സുധീരൻ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങണം. VM സുധീരൻ അവിടെ വന്ന് പറയുന്നത് പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല, ഒരു കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാവരുമായും ചർച്ച ചെയ്തിട്ടല്ല എന്നുള്ള കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, അത് അല്ലാതെയും ബെന്നി ബെഹനാൻ, ദീപദാസ് മുൻഷിയെ കണ്ടി പരാതി പറഞ്ഞിരുന്നു, KC ജോസഫ് പറഞ്ഞിരുന്നു. അപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗം മാത്രം ആലോചനകൾ നടത്തുകയും എല്ലാവരുമായി കൂടിയാലോചിക്കാതെ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കെ സുധാകരനെതിരായ ഒരു പരാതിയാണ്. അപ്പോൾ അത് പറഞ്ഞ VM സുധീരനെ അപമാനിക്കുകയാണ് ചെയ്തിട്ട്. അദ്ദേഹം 2 വർഷം മുമ്പ് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ ആളാണ്. 2 വർഷത്തിന് ശേഷമാണ് ഒരു യോഗത്തിന് വരുന്നത്. ഇവിടെ വന്ന് ഇത് പറയണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം 2014 പരാജയത്തിൻ്റെ കാര്യം തൻ്റെ മേലാണോ കെട്ടിവെച്ചത്? അപ്പോൾ അന്ന് ഇവിടെ നിന്ന് സോണിയാഗാന്ധിക്ക് പോയിരിക്കുന്ന പരാതി എന്തായിരുന്നു എന്ന് അതേപടി വായിച്ചു. അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അപ്പോൾ ദീപദാസ് മുൻഷി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി പറഞ്ഞു പോയി. ഇവിടുത്തെ മുഴുവൻ പൊളിറ്റിക്സും അവർക്ക് അറിയണമെന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. VM സുധീരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറയുക മറുപടി അർഹിക്കുന്നില്ല എന്ന് പറയും. ആ രൂപത്തിലാണോ മറുപടി പറയേണ്ടത്? ഇപ്പോൾ നമുക്ക് കെ സുധാകരൻ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെ തിരുത്തിക്കാനും, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കാനും മറ്റൊരു നേതാവ് കൂടെ വരേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ കേരള യാത്ര നടത്താൻ പോവുകയാണ്. ആ യാത്രയിലും ഉടനീളം അദ്ദേഹത്തിനൊപ്പം VD സതീശനുണ്ടാകും, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അദ്ദേഹം എന്ത് കാര്യങ്ങളാണ് നിയന്ത്രിക്കാമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നിലവിൽ തന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ പോയി 15 ദിവസം അവിടെ നിന്ന് ഇപ്പോൾ സൂം മീറ്റിങ്ങിലാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പാർലമെൻറ്റിലായിരിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹിയിലായിരിക്കുമ്പോൾ ഞാൻ സൂം മീറ്റിംഗാണ് നടത്തുക. ന്യൂയോർക്കിൽ നിന്ന് അത് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് പറയുന്നത്. ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും കേരളത്തിൽ വരുന്ന ഈ കേന്ദ്ര നിരീക്ഷകരാണെങ്കിലും ചുമതലയുള്ള സെക്രട്ടറിമാരാണെങ്കിലും കാര്യമായി ഇപ്പോൾ ഗുലാം നബി ആസാദൊക്കെ എത്രയോ തവണ കേരളത്തിലേക്ക് വരികയും താരിഖ് അൻവർ ഏറ്റവും ഒടുവിൽ വന്ന് പോയി ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇന്നത്തെ മീറ്റിങ്ങിൽ ഞാൻ ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രിയദാസ് മുൻഷി അല്ലേ, ദീപദാസ് മുൻഷിയുടെ നിലപാട്, പ്രിയരഞ്ജൻ ദാസ് ഭാര്യ. അപ്പോൾ ദീപദാസ് മുൻഷിയുടെ നിലപാട് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ശക്തമായ നിലപാടായിരുന്നു എന്നതാണ്. ആ സഭയിൽ ഇന്നത്തെ KPCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ വളരെ ബോൾഡായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുകയും VM സുധീരൻ അപ്രതീക്ഷിതമായി വന്ന് പഴയതുപോലെ, അതിൽ ആ നേതാവ് എന്നോട് വിശേഷിപ്പിച്ച വാക്ക് ഇങ്ങനെയാണ്: സാധാരണ കല്യാണത്തിൻ്റെ തലേന്ന് കാരണവർ വന്നിട്ടൊരു അലമ്പുണ്ടാക്കി അവിടുത്തുള്ളൊരു മൂഡ് മുഴുവൻ സ്പോയിൽ ചെയ്തിട്ട് തിരിച്ചു പോകും എന്നുള്ളതാണ്. വളരെ അടിസ്ഥാനമായ കാര്യങ്ങളാണ് VM സുധീരൻ പറയാൻ ശ്രമിച്ചത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ കോൺഫിഡൻസിനെ ഷെയ്ക്ക് ചെയ്യുന്നതായിരുന്നു എന്നതാണ് ആ നേതാവ് പറഞ്ഞത്. പക്ഷേ ഒടുവിൽ അതിനോട് കെ സുധാകരൻ പ്രതികരിച്ചതൊക്കെ നമ്മൾ കണ്ടു. കെ സുധാകരനെ കുറ്റപ്പെടുത്തി തന്നെയാണ് പറഞ്ഞത്. കെ സുധാകരൻ വരുന്നതിന് മുൻപ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതൊക്കെ കെ സുധാകരനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവാം. ഞാനിതിൽ കണക്കാക്കുന്നത് കെ സുധാകരൻ ജനുവരി 15 തീയതി തിരിച്ചു വന്നാൽ ആദ്യം നടത്താൻ പോകുന്നത് ഈ മണ്ഡലങ്ങളിലൂടെയുള്ള പ്രചരണയാത്രയാണ്. ആ മണ്ഡലങ്ങളിലൂടെ പ്രചരണയാത്ര കോൺഗ്രസ് നേതാക്കൾ വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ടെങ്കിലും വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു മണ്ഡലത്തിൽ ചുരുങ്ങിയത് ജനസദസ്സിൻ്റെ പകുതിയെങ്കിലും കിടപിടിക്കത്തക്ക രീതിയിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ ചുരുങ്ങിയത് 20-25 ലക്ഷം രൂപ പാർട്ടിക്ക് ഓരോ മണ്ഡലത്തിലും കണ്ടെത്തേണ്ടതായി വരും. പാർട്ടിയുടെ നിലവിലത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6 കോടി രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KPCയുടെ മൊത്തം ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ. ഇതിൽ എങ്ങനെ പിരിവെടുത്താലും 140 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകണമെങ്കിൽ ഒരു 10-30 കോടി രൂപയില്ലാതെ ആ പ്രചരണയാത്ര നടത്തില്ല. ഇതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ടാണ് കുറ്റവിചാരണ സദസ്സ് പരാജയപ്പെട്ടത് എന്ന ചോദ്യത്തിന് അടിസ്ഥാനമായി സംഘടിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി KPCCക്കില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് കെ സുധാകരൻ ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂം മീറ്റിങ്ങിലൂടെ ഏതെങ്കിലും ഒരു വ്യവസായി എടുത്ത് നിങ്ങൾ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട കാര്യം നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം ഏൽപ്പിക്കുന്ന ആളുകൾക്ക് പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പാർട്ടിയുടെ ഗൗരവത്തോടു കൂടി കണക്കാക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെയാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ളവരാണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. ഇവരെ ഒന്നും കെ സുധാകരന് കോൺഫിഡൻസിലെടുക്കാൻ നാട്ടിലുള്ളപ്പോൾ പോലും പറ്റുന്നില്ല. അപ്പോഴെങ്ങനെയാണ് അമേരിക്കയിൽ നിൽക്കുന്ന കെ സുധാകരന് കോൺഫിഡൻസിലെടുക്കാൻ പറ്റുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും ഇനി അതിൻ്റെ ചുമതലയിലേക്ക് വരാൻ പോകുന്നത്. പക്ഷേ VD
പ്രദേശം നേരിടാൻ പോകുന്ന പ്രശ്നവും ഇത് തന്നെയായിരിക്കും. സൂം മീറ്റിംഗിലൂടെ കെ സുധാകരൻ പറയുന്ന കാര്യങ്ങളെ മറികടക്കേണ്ടി വരുന്നത് എങ്ങനെ? ഇത് കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പ്രശ്നമായി തീരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ആശങ്കയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുധാകരൻ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അച്ചട്ടാണ്. അതിനകത്തൊന്നും സംശയമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്താൻ കഴിയാത്ത സുധാകരനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ അവിടുത്തെ ടൈം സോൺ തന്നെ വേറെയാണല്ലോ. രാത്രി ഉറങ്ങുന്ന സമയത്ത് വേണം ഇവിടെയുള്ള നേതാക്കളുമായി സൂം മീറ്റിംഗ് നടത്താൻ. അനാരോഗ്യത്തിൽ കഴിയുന്ന കെ സുധാകരനെ സംബന്ധിച്ച് അതൊന്നും സാധിക്കില്ല. പക്ഷെ സുധാകരൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് വേണം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ നേരത്തെ സ്മൃതി പറഞ്ഞ വിഷയത്തിലേക്ക് തിരികെ പോവാണ്. അതായത് VM സുധീരൻ എന്ന് പറയുന്ന നേതാവ് പ്രായോഗിക തലത്തിൽ ചിലപ്പോൾ കോൺഗ്രസുമായി കലഹിക്കുന്നുണ്ടാവും. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടാവും, AICCയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഓരോ ഇഷ്യൂസ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ആ VM സുധീരനെ ഇന്ന് കെ സുധാകരനും ദീപാദാസ് മുൻഷിയും സ്നബ് ചെയ്തത് അദ്ദേഹം അർഹിക്കുന്നതല്ല. നോക്കൂ, VM സുധീരൻ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുത്തിട്ടുള്ള ആളാണ്. കേരളത്തിലെ കോൺഗ്രസിനെ എല്ലാ കാലഘട്ടത്തിലും ദിശാബോധം നൽകാൻ, നയപരമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും സംഘടനാ തലത്തിലുള്ള വീഴ്ചകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. നിരവധി തവണ ഇപ്പോൾ കെ സുധാകരൻ KPC പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ മാത്രമല്ല, നേരത്തെയും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻ്റണിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് കരുണാകരനുമായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള യുദ്ധങ്ങൾ നിർവഹിച്ചിട്ടുള്ള ആളാണ്. ആ ആളെ പാർട്ടിയിൽ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടാണ് കേസ്. അതും വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയുടെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, പുറത്ത് അദ്ദേഹം പറയുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലൊരു നേതാവിനെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിപരമായ ശേഷി യഥാർത്ഥത്തിൽ കെ സുധാകരൻ ഇല്ല എന്ന് കെ സുധാകരൻ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്ന് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു, ഇന്ന് കോൺഗ്രസിന് നഷ്ടപ്പെട്ടുള്ളത് ഒരു ദിശാബോധം തന്നെയാണ്. ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു 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 ഉൾക്കാഴ്ചയില്ലാത്ത നേതൃത്വമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്. അവിടെയാണ് VM സുധീരനെ പോലെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ളവരെ സ്നബ് ചെയ്തുകൊണ്ട് ഈ നേതൃത്വം മുന്നോട്ട് പോലും നമുക്ക് കോൺഗ്രസിൽ സംഭവിച്ചു കൂടാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആശുപത്രിയിൽ ഇരുന്ന് സുധാകരനെ നിയന്ത്രിക്കാനാകുമോ എന്നാണ് ചോദ്യം. നിയന്ത്രിക്കാനാകും എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതിന് കാരണവുമുണ്ട്. കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു പര്യടനം വരുന്നുണ്ട്, അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ. സമരാഗ്നി എന്നാണ് പേര്. മഞ്ചേശ്വരത്ത് കത്തിക്കും ജനുവരി 21 ഫെബ്രുവരി 21 തിരുവനന്തപുരത്ത് അവസാനിക്കും. സമരാഗ്നി അണയുമോ ആളിക്കത്തുമോ എന്നൊക്കെ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അണയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും ഇതാണ് ഒരു മാസത്തെ അവരുടെ പരിപാടി എന്ന് പറയുന്നത്. 2 ആഴ്ചയാണ് ഈ ചികിത്സ. ഈ 2 ആഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ജനുവരി 15 തിരിച്ചെത്തിയിരുവാണ് 21 മഞ്ചേശ്വരത്ത് കത്തിക്കാൻ പോകാൻ. അപ്പോൾ കത്തിക്കുന്നത് വരെയുള്ള പ്ലാനിംഗ് എല്ലാം ഞാൻ ഓൺലൈനായി സെറ്റാക്കുമെന്നാണ് ഇപ്പോൾ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് സുധീരൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. 2 ഗ്രൂപ്പായിരുന്നു നേരത്തെ കോൺഗ്രസ്, അതിപ്പോൾ 5 ഗ്രൂപ്പായി. അവനവന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നേതാക്കൾ മാറി. അത് ഏറ്റവും ചേരുന്നത് കെ സുധാകരനാണ്. അന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ഓർമ്മയുണ്ടാകുമല്ലോ എല്ലാവർക്കും. ഒരു മൈക്ക് വിട്ടുകൊടുക്കാത്ത സുധാകരനാണോ പ്രസിഡന്റ് പദവി തൽക്കാലത്തേക്കെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുക? അങ്ങനെ സുധാകരൻ കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് ദീപാദാസ് മുൻഷിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സുധീരന്റെ വിമർശനം അവനവന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാക്കളെ നിയന്ത്രിക്കാൻ AICC തയ്യാറായില്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മരുപ്പച്ചയായി മാത്രം തുടരും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാം. ആശുപത്രിയിലിരുന്ന് കെ സുധാകരൻ നിയന്ത്രിക്കാനാകുമോ എന്നതായിരുന്നു ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്ന് 2, നോ എന്ന് 2. Meet the editors.